ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക, ചെയ്യാമെങ്കിൽ ചെയ്യാം. ഒരു കലാകാരൻ്റെ ആവശ്യമാണ്. അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അതോറിറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പുതിയ ഗായകനെ കൊണ്ട് ഒരു പാട്ട് എഴുതിക്കുക, സംഗീത സംവിധാനം ചെയ്യാൻ അറിയാം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സംവിധാനം ചെയ്യും. പുതിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ കൊണ്ട് യുഗ്മഗാനമാണെങ്കിൽ അങ്ങനെ, സോളോ ആണെങ്കിൽ അങ്ങനെ, ഇവർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുക. ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൂടെ? എന്തിനാണ് ദാസേട്ടൻ പാടിയ പാട്ട് തന്നെ വന്ന് ലോനപ്പം പാടുന്നത്? എന്തിനാണ് കിഷോർക്കും മുഹമ്മദ് റാഫി അവര് തെളിയിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതാണ്, ഞങ്ങൾ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഛർദിൽ വാരി തിന്ന് ഛർദിച്ച് എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒരു പുതിയ ഗാനരചവനെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുക. നാളെ എന്നെ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവന്ന ശ്രീകുമാരൻ തമ്പി ചേട്ടനാണ്. നാളെ ഒരു ശ്രീകുമാരൻ തമ്പി വേണം ഇവിടെ, നാളെ ഒരു വയലാർ വേണം ഇവിടെ. ഏഷ്യാനെറ്റ് കേബിൾ ടി വി എന്ന് ചിന്തിച്ചൂടാ. ഒരു പുതിയ ഗാനം സ്വീകരിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി അയക്കാം. ആ ഗാനങ്ങൾ ഇന്ന ഗാനം സെലക്ട് ചെയ്തു എന്നൊരു പാനൽ പറയുക. ആ ഗാനം ചിട്ടപ്പെടുത്താൻ സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാടകവേദികളിലുണ്ട്. ഒരുപാട് പേര് അവസരം കിട്ടാത്ത അധകൃതർ ഈ കേരളത്തിലുണ്ട്. വമ്പന്മാരുടെ പിടിച്ചു പറ്റാൻ സാധിക്കാതെ അതിമനോഹരമായ കഴിവുള്ള അതിവൈഭവമുള്ള സിദ്ധിയുള്ള അധകൃതരായ എത്ര ചെറുപ്പക്കാരുണ്ട് എനിക്കറിയാം. എന്നോട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അപ്രാപ്യ മേഖലയാണ് ജഗദീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവർക്ക് സംഗീത സംവിധാനം ചെയ്യാൻ അവസരം കൊടുക്കുക. ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ഒരു ഓർക്കസ്ട്ര കൊടുക്കുക. അവർ ചിട്ടപ്പെടുത്തട്ടെ. ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത് ജനം കാണട്ടെ. ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഗായകൻ എന്താണ് പാടുന്നത്. 2 ദിവസത്തെ റിഹേഴ്സൽ ആയിക്കോട്ടെ, 3ാമത്തെ ദിവസം ഗായകർ പാടട്ടെ, അതിൽ മിടുക്കരാണെന്ന് തെളിയിക്കട്ടെ. SMS വിട്, തട്ടിപ്പ. അതിനു വേണ്ട ജഡ്ജസിന് ഇത്തിരി മാർക്ക് കൊടുക്കട്ടെ. അങ്ങനെ കോർപ്പറേറ്റ് പിടിയിൽ നിന്നും കലയെ നിങ്ങൾ രക്ഷിക്കുക. ഗിവ് എ ടെൻഡർ ടു ദ പബ്ലിക്. നിങ്ങളൊരു പാട്ട് അയക്ക്, ഞങ്ങൾ ചിട്ടപ്പെടുത്തി തരും. ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അവർ ചിട്ടപ്പെടുത്തുന്ന രീതി കാണിച്ചു തരും. രീതി കാണിച്ച് 3ാമത്തെ ദിവസം ഈ പാട്ട് ഒരു പുതിയ ഗായകനും ഗായികയും പാടുന്നു. ജഡ്ജസ് മാത്രം ഒരു മാർക്ക് ഇടുന്നു. ആ മാർക്കിന്റെ അടിസ്ഥാനം കോടിയൊന്നും കൊടുക്കണ്ട, ഹൃദയം നിറഞ്ഞ് 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ജയിക്കുന്ന കുട്ടിക്ക് 1 ലക്ഷം രൂപ ഞാൻ തരാൻ തയ്യാറാണ്. എല്ലാ മത്സരത്തിലും എൻ്റെ അച്ഛൻ്റെ പേരിൽ ജഗതി എൻ കെ ആചാര്യയുടെ പേരിൽ 1 ലക്ഷം രൂപ ഞാൻ തരാൻ. കോടികളില്ല എനിക്ക്.